ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സാന്ത്വനം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ബർത്ത്ഡേ ദിവസം തന്നെ മക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഗോമതിക്ക് വമ്പൻ ഒരു സർപ്രൈസ് തന്നെ ഒരുക്കി. കേക്ക് കട്ടിയിലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴോ മക്കൾ ഓരോരുത്തരായിട്ട് ഗോമതിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ സമ്മാനിച്ചു. ഈ സമയത്തും തന്റെ ബാലേട്ടൻ തന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്നുള്ള നിരാശയിലാണ് നമ്മുടെ ഗോമതി ഉള്ളത്. ഗോമതിക്ക് ആ സങ്കടം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 28 വർഷമായി ബാലന്റെ ഭാര്യയായിട്ട് ബാലനോടൊപ്പം കൂടിയിട്ട്. എന്നിട്ട് ഇത്തവണ മാത്രമാണ് ബാലൻ തന്റെ പിറന്നാൾ ദിവസം മറന്നു വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ ഗോമതിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം ധർമ്മം പറയുന്നുണ്ട്, എന്റെ ചേച്ചി ഇത്രയും വർഷമൊക്കെ ആയില്ലേ, ചിലപ്പോൾ അളിയൻ മറന്നുപോയതായിരിക്കും. അതുമാത്രമല്ല, അളിയൻ ബിസിനസ്സേ എന്നും പറഞ്ഞ് ഇങ്ങനെ തല പെരുപ്പിച്ച് നടക്കുവാണല്ലോ. അപ്പം ഇതൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ട് ബാലൻ വരികയാണ്. എന്നും തൻ്റെ കയ്യിൽ കരുതാറുള്ള ആ ഒരു പൊതി, അത് ഉഴുന്നുവടയാണ്. ഈ ഒരു ഉഴുന്നുവട കൊണ്ടുവന്ന് തൻ്റെ അനുമോളുടെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം മോളോട് പറയാണ്, മോളെ ഇത് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണം കേട്ടോ. അല്ല അച്ഛാ, ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോയെന്ന് അനു ചോദിക്കുമ്പം, ഓ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം മറന്നുപോയതെന്നും പറഞ്ഞ് നമ്മുടെ ബാലനാണെങ്കിലോ ഇന്ന് ഓഡിറ്റിങ്ങിനും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ കാര്യത്തിനും ഒക്കെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മോൾ അച്ഛനെ ഓർമ്മിപ്പിച്ചത് നന്നായെന്നും പറഞ്ഞ് ബാലൻ വേഗം തന്നെ ഗോമതിയെ വിളിക്കുകയാണ്. അപ്പം ഗോമതിയെ അങ്ങനെ വിളിക്കുമ്പോൾ ഗോമതി ആലോചിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു സർപ്രൈസ് തനിക്ക് തരാനോ അല്ലെ തന്നെ വിഷ് ചെയ്യാനോ ആയിരിക്കുമെന്ന്. പക്ഷേ പുള്ളിക്കാരൻ വിളിക്കുന്നത് കുളിക്കാനുള്ള തോർത്തെടുത്തു കൊടുക്കാനാണ്. അല്ലെങ്കിലും ഈ മനുഷ്യൻ എന്നോട് ഒരു സ്നേഹവും ഇല്ലാന്നും പറഞ്ഞ് ഗോമതി ആ തോർത്തുമൊക്കെ എടുത്തു കൊടുത്തു. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഈ സമയവും തന്നോട് എന്തെങ്കിലും ഒരു വിഷു പറയുമെന്ന് വിചാരിച്ച് പുള്ളിക്കാരി കാത്തിരിക്കുമ്പോഴും നമ്മുടെ ബാലേട്ടൻ മാത്രം ഗോമതിയെ മൈൻഡ് ചെയ്യുന്നേയില്ല. അപ്പം എന്തുകൊണ്ടായിരിക്കും ബാലേട്ടൻ തന്നോട് വിഷ് ചെയ്യാത്തത്? ഇനി ബാലേട്ടൻ മറന്നു പോയിട്ടായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ ബാലൻ ഭക്ഷണമൊക്കെ കഴിച്ചു. അവരെയൊക്കെ കൂട്ടി കടയിലേക്ക് പോവാണ്. അപ്പോഴും പുള്ളിക്കാരി ഒരേ ഇരിപ്പിരിക്കുക. അപ്പം ആര്യം വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എന്തായാലും അമ്മയ്ക്ക് സങ്കടമായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അമ്മ വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ മക്കൾ ആലോചിച്ച് അമ്മയെ വിഷ് ചെയ്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ, എടാ നിങ്ങൾ പറയുന്ന പോലെയാണോ എൻ്റെ ബാലേട്ടനല്ലേ എന്നെ വിഷ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഗോമതി സങ്കടപ്പെട്ട് അടുക്കളയിലേക്ക് പോയി. ഇപ്പം ഈ സമയത്താണെങ്കിലും ബാലൻ കടയിലെത്തിയതും ധർമ്മം വന്നിട്ട് ബാലേട്ടനോട് ചോദിക്കുകയാണ്, അതെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ ബാലേട്ട, മക്കളൊക്കെ ചേർന്ന് ഗോമതി ചേച്ചിയെ വിഷ് ചെയ്തു, ബാലേട്ട മാത്രം എന്താ ചേച്ചിയോട് പിറന്നാൾ ആശംസകൾ പറയാതിരുന്നേന്ന് ചോദിച്ചതും ബാലനാണെങ്കിലോ അതൊക്കെ ഉണ്ട്, ചെറിയ സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുമ്പം ഒരു പുള്ളിക്കാരൻ ആ കടയിലേക്ക് വന്നു കേട്ടോ. പുള്ളി വന്നതും നമ്മുടെ ബാലന്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തു. അതെ, ഇത് കാഞ്ചീപുരത്ത് നിന്ന് പ്രത്യേകമായിട്ട് നെയ്തെടുത്തു കൊണ്ടുവന്ന പട്ടുസാരിയാണ്. എന്തായാലും ഞാൻ വരാൻ ഇച്ചിരി വൈകിപ്പോയി, സാറ് ക്ഷമിക്കണമെന്നും പറഞ്ഞ് ബാലനെ ആ പൊതിയെ ഏൽപ്പിച്ചു. ഇതിന് ശേഷമാണെങ്കിലോ നമ്മുടെ ബാലൻ സന്തോഷത്തോടു കൂടി ഗോമതിയെ കാണാൻ എത്തുകയാണ്. അപ്പൊ ഈ നേരം നമ്മുടെ ഗോമതി ആണെങ്കിൽ വിഷമിച്ച് ആകെ കലങ്ങിയ കണ്ണുമൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മകള് വിളിക്കുക. അപ്പം അവളുടെ കോള് കണ്ടതും, അമ്മേ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മകളിങ്ങനെ സംസാരിച്ചു. എനിക്ക് ആരുടെ ഒരു വിഷയം വേണ്ട, നിന്റെ അച്ഛനുണ്ടല്ലോ എന്നെ വെറും അടുക്കളക്കാരിയായിട്ടാണ് കാണുന്നത്, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യില്ലേ, എന്നിട്ടും എന്നെ വിഷ് ചെയ്തില്ല, ഇത് ഞാൻ പട്ടിണി കിടക്കുമെന്നും പറഞ്ഞ് ഗോമതി പ്രതിഷേധിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മകളാണെങ്കിലോ, എൻ്റെ അമ്മയെ സമാധാനപ്പെട്, 10-28 കൊല്ലമായില്ലേ, അച്ഛൻ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. എടി ആര് മറന്നുപോയാലും നിന്റെ അച്ഛൻ മറക്കാവോ, ഞങ്ങൾ അങ്ങനെയല്ല ജീവിച്ചതെന്നൊക്കെ പറഞ്ഞു പരിഭവം പറഞ്ഞു പരാതി പറഞ്ഞു ഒക്കെ നമ്മുടെ ഗോമതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് പുള്ളിക്കാരി ഫോൺ വെച്ചു. അതിനുശേഷം വീട്ടിലേക്ക് നമ്മുടെ ബാലൻ കടന്നു വരികയാണ്. ബാലൻ വന്ന പാടെ തന്നെ, അതെ ഞാൻ നിന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഗോമതി ചോദിക്കുന്നുണ്ട്, എന്നെ കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കടയിലേക്ക് പോവാമല്ലോ, നിങ്ങൾ ബിസിനസ്സും കടയും എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ബിസി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതെ, കടയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പ്രിയതമയ്ക്ക് പിറന്നാൾ ആശംസകളെന്നും പറഞ്ഞ് ബാലൻ തൻ്റെ കയ്യിൽ കരുതിയ ആ കാഞ്ചീപുരം സാരി എടുത്ത് അവളിങ്ങനെ പുതപ്പിക്കുകയാണ്. അപ്പം ഗോമതിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, നിങ്ങൾ അധികം റൊമാൻസ് ഒന്നും കാണിക്കൊന്നും വേണ്ട, ഇവിടെ ആര്യനുണ്ടെന്ന് പറയുമ്പം, എടി അവരും ഇത് കണ്ട് വളരട്ടെ, അവർ നാളെ അവരുടെ ഭാര്യമാരോട് ഇത്രയും സ്നേഹത്തിൽ ഇടപഴകണമെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്താ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ക്ഷേത്രത്തിൽ പോയാലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി
കൂടി നമ്മുടെ ഗോമതി ആ പട്ടുസാരിയൊക്കെ കൊടുത്ത് ക്ഷേത്രത്തിൽ എത്തുകയാണ്. അവിടെ എത്തിയതും 2-3 ചേച്ചിമാര് ഗോമതിയെ കണ്ടു. അവര് പറയുന്നുണ്ട്, എൻ്റെ ഗോമതി എന്തു ഭംഗിയാണ് ഈ സാരി ഉടുത്തിട്ട് നിന്നെ കാണാൻ. അതെ, ഇന്ന് എൻ്റെ പിറന്നാളാണ്. എൻ്റെ ബാലേട്ടൻ കാഞ്ചീപുരത്തുനിന്ന് വരുത്തിയ സാരിയാണെന്ന് പറയുമ്പോൾ ബാലനാണെങ്കിലോ, എൻ്റെ പൊന്നു ഗോമതി നീ ഇങ്ങനെയൊക്കെ പറയല്ലേ, ആൾക്കാർ വിചാരിക്കും പൊങ്ങച്ചോ ആണെന്ന്. അങ്ങനെ കളിയാക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഗോമതി തൻ്റെ ഏട്ടന്മാരെ കാണുകയാണ്. അപ്പം നീ ഒരു കാര്യം ചെയ്, പോയി രസീതാക്ക്, ഞാൻ എന്തൊക്കെ വഴിപാടാണ് എന്നുള്ളത് തിരുമേനിയോട് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് ബാലൻ ക്ഷേത്രത്തിനകത്തോട്ടും പോയി. ഗോമതി രസീത് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ തൻ്റെ ഏട്ടന്മാര് ഗോമതി മകൻ നക്ഷത്രമെന്നും പറഞ്ഞ് അവളുടെ പേരിൽ അർച്ചന ചീട്ടാക്കുന്നതാ കാണുന്നത്. ഇത് കണ്ടതും തൻ്റെ ഏട്ടന്മാർ ഇപ്പോഴും തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അവളുടെ കണ്ണൊക്കെ നിറഞ്ഞ് അവൾ അവിടെ എങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ദാ ഏട്ടന്മാരുടെ അടുത്ത് പോയി ഗോമതിക്ക് സംസാരിക്കണമെന്നുണ്ട്. എന്നാലും തൻ്റെ ബാലേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ പേടിച്ചു വരച്ചാണ് അവൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ബാലനും വന്നു. എല്ലാവരും തൊഴുതിറങ്ങി ഇവർ മടങ്ങാൻ തുടങ്ങുന്ന സമയത്ത് തൻ്റെ ഏട്ടന്മാരുടെ അടുത്ത് വന്ന് എന്തോ ഒരു പൂവ് താഴെ പോകുന്നത് പോലെ അവൾ അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവള് കാലെ തൊടുന്ന സമയത്ത് ആ ഏട്ടന്മാരെ കൈ ഇങ്ങനെ വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഗോമതി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരികയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സാന്ത്വനത്തിൻ്റെ വിശേഷത്തിലുള്ളത്. എന്തായാലും നമ്മുടെ ഗോമതിയുടെ ബർത്ത്ഡേ അത് ഗോമതിയെ പോലെ തന്നെ ഗോമതിയുടെ അമ്മയും ആങ്ങളമാരും ഒക്കെ ഗംഭീരമാക്കാനായിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അപ്പം നാളെ അതിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.